വീട്ടിൽ കയറി തിണ്ണ നിരങ്ങി വരുന്നവന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ഉണ്ടാക്കുന്ന കാര്യം കണ്ടോ, നാളെ ഇതേപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നത്? ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന കളക്ഷൻ എക്സിക്യൂട്ടീവുകളെ ലക്ഷ്യം വെച്ചിട്ടല്ല ഒരിക്കലും ഈ വീഡിയോ. ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ തിണ്ണ നിരങ്ങാൻ വേണ്ടിയിട്ടുള്ള ജോലിക്ക് നിങ്ങൾ ആരും കയറല്ലേ. അത്രയും വൃത്തികെട്ടൊരു ജോലി വേറെ ഇല്ല. നമസ്കാരം. സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട്, സാർ എന്റെ EMI 2 മാസമായിട്ട് പെൻഡിങ് ആയി കിടക്കുകയാണ്, ഭയങ്കര ഹരാസ്മെന്റ് ആണ്, വീട്ടിൽ കയറി വരുമെന്ന് പറയുന്നു, ലീഗൽ നോട്ടീസ് അയക്കുമെന്ന് പറയുന്നു, ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്നു, അതുപോലെ നിരന്തരമായിട്ട് ഇങ്ങനെ OTP വന്നുകൊണ്ടിരിക്കുന്നു എന്റെ ഫോണിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ പറയുകയാണ്, നിങ്ങൾ ഓൺലൈൻ ലോണ് മാക്സിമം എടുക്കാതിരിക്കുക. അപ്രൂവ്ഡ് ആണെങ്കിലും ശരി, അതിനകത്തു നിന്നൊക്കെ ഞാൻ നോക്കിയ പല ആപ്പുകളിൽ നിന്നും ഇതുപോലെ OTP ഒക്കെ ചുമ്മാ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ ഇത്തരം ലോൺ ആപ്പ് സംഘങ്ങള് കോൾ സെന്റർ തുടങ്ങി കൊടുത്തിട്ട് അവരെ അങ്ങ് മേയാൻ വിട്ടിരിക്കുകയാണ്. നിങ്ങളെ വിളിച്ച് പലതും പറയാണ്. അതായത് ഡാഡിനെ വിളിക്കും, മമ്മീനെ വിളിക്കും, ഇപ്പം നാണം കെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികളുടെ അടുത്തു നിന്നൊക്കെ പൈസ മേടിക്കുന്ന ഒരു സംഘമായിട്ട്, തട്ടിപ്പ് സംഘം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് ജെന്യുവിൻ ലോൺ ആപ്പുകളുടെ ബാക്ക് എൻഡ് പ്രോസസ്സിങ് മാറിയിരിക്കുകയാണ്. നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്. പ്ലസ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിരുന്ന് പോകാതിരിക്കുന്ന കുറെ ടീമുണ്ടല്ലോ, അവരെ കുറിച്ചുകൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു ട്രാവൽ ആൻഡ് സ്റ്റോറീസ് ബൈ ഉദയ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. ആ വിഷ്വൽ എന്ന് പറയുന്നത് ഒരു ന്യൂസാണ്. ഒരു വീട്ടമ്മയെ ഹരാസ്മെന്റ് ചെയ്യുന്ന ന്യൂസാണ്, പോലീസുകാരനാണെന്നും പറഞ്ഞിട്ട്. ഈ പോലീസുകാരന്റെ എന്ന് പറയുന്ന വ്യക്തിയുടെ ആരോ ആണ്, ഒരു ലേഡിയാണ് അവിടെ വീട്ടിൽ പോയിട്ട് ഈ വീട്ടമ്മയെ ശല്യം ചെയ്യുന്നത്. അപ്പൊ വീട്ടമ്മ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി തിരിച്ചു വിളിച്ചപ്പോഴാണ് ഈ പോലീസുകാരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അത് എടുത്തത്. അയാൾക്ക് അതിന്റെ ഒരു കാര്യമില്ലായിരുന്നു, അയാൾക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുണ്ട് ഇപ്പൊ പുള്ളി, എല്ലാ വാർത്താ ചാനലിലും വന്നിട്ടുണ്ട് ഈ കേസ്. പാലക്കാട് യുവതിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭീഷണി. മൈക്രോ ഫിനാൻസ് ഏജന്റിന്റെ സഹോദരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഭീഷണിപ്പെടുത്തിയത്. പാലക്കാട് മുട്ടിക്കുളങ്ങര ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായ അജിമുത്താണ് ഭീഷണിപ്പെടുത്തിയത്. നിങ്ങളുടെ വീട്ടിന് മുന്നിലേ വന്നിട്ടുള്ളൂ, ഉള്ളിൽ വന്നിട്ടില്ല. ഉണ്ടാക്കുന്ന കാര്യം കണ്ടോ, നാളെ ഇതേപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നാളെ വാ, ഇവിടെ നിന്ന് ഞങ്ങളുടെ ശവം കൊണ്ട് കൊണ്ടുപോകേണ്ടി വരും. നിങ്ങൾ നാളെ വാ. ഇപ്പൊ നിങ്ങൾ ആ കോൾ റെക്കോർഡ് കേട്ട് കാണും. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു EMI മുടങ്ങിയതിന്റെ പേരിലോ 2 EMI മുടങ്ങിയതിന്റെ പേരിലോ വീട്ടിൽ കയറി തിണ്ണ നിരങ്ങി വരുന്നവന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ആരെങ്കിലും വന്നിട്ട് പൈസ കിട്ടിയാലേ പോകൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ അവരെ സ്റ്റേഷനിൽ വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ വീട്ടിൽ വരുത്തി അവരെ കൊണ്ടുപോകണം. ഇതിൽ നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാവരും ലോൺ എടുക്കുന്നവരാണ്. ഞാൻ എടുത്തിട്ടുണ്ട് ലോണ്, ഞാൻ അടച്ചിട്ടുണ്ട്, അടവ് മുടങ്ങിയ കേസുകളുണ്ട്, അത് തിരിച്ചടച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും ലോൺ എടുക്കുന്നവരൊക്കെയാണ്. ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാനഹാനി ഭയന്നുകൊണ്ട് അവരെ പൈസ കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ഡേറ്റ് എന്നാണോ അന്ന് കൊടുക്കുക. പക്ഷേ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യമേ വാണിംഗ് ആയിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻ എന്ന് പറയുന്ന ഒരു സ്കോറോടെ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ലോൺ കിട്ടുന്നതാണ്. അതും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ വഴിയൊക്കെ ലോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ ജെന്യൂൻ ആയിട്ട് വരുന്നവരുണ്ട് വീട്ടിൽ കേട്ടോ. ഇപ്പോൾ 2 3 EMI എല്ലാം മുടങ്ങി വക്കീൽ നോട്ടീസൊക്കെ അയച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു വരുന്ന ലോൺ റിക്കവറി സംഘങ്ങൾ, ബാങ്ക് തരപ്പെടുത്തിയിട്ടുള്ള സംഘങ്ങളുണ്ട്. അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ വീട്ടിൽ വന്നാൽ മാന്യമായിട്ട് ഇത്തരത്തിൽ നിങ്ങൾ ലോൺ തന്നോ, പൈസ തന്നാലേ പോവും, അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക. അവർ പറയും, ഇന്ന വ്യക്തിയുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട്, ഇതാണ് അഡ്രസ്സ് കാണിക്കുന്നത്, ഞങ്ങൾ ഇവിടെ വന്നത് ആ ലോൺ റിക്കവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്, ഇന്ന ഡേറ്റിൽ നിങ്ങൾ അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അതിന്റെ സമയം കൊണ്ട് അടയ്ക്കണം, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും, പ്രശ്നമാകും എന്ന് പറയുമ്പോൾ അത് ജെന്യൂൻ ആയിട്ടുള്ളതാണ്. ഓക്കെ, സമ്മതിച്ചു വിടുക. പക്ഷേ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു EMI ഒക്കെ മുടങ്ങിയാൽ ആഴ്ചക്കടവ് ടീമൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ എന്തിനാ എടുക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കൊള്ളപ്പലിശയാണ്. അതൊക്കെ നിങ്ങൾ കടം മേടിക്കാൻ പറ്റുന്ന കാര്യത്തിലും കടം മേടിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ രീതി അങ്ങനെയാണല്ലോ. തട്ടിപ്പ് സംഘം ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ തിണ്ണ നിരങ്ങി വീട്ടിലെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഗുണ്ടകളെ പോലെ വന്നിരുന്നിട്ട് ഞാൻ പൈസ കിട്ടിയാലേ പോകുള്ളൂ എന്നൊക്കെ പറയുന്ന ടീമുണ്ടല്ലോ. അത് എത്ര പേരെ എന്നെ വിളിക്കുന്നത് അറിയാവോ? സാറ് അവർ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, എന്റെ വീട്ടിൽ വൈഫ് മാത്രമേ ഉള്ളൂ, അവള് പെണ്ണാണ്, അവൾ ഒറ്റയ്ക്കാണ്, ഇവന്മാര് 4 പേര് വന്ന് വീട്ടിൽ ശല്യം ചെയ്യാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക, കംപ്ലൈന്റ് ചെയ്യേ, അല്ലെങ്കിൽ വൈഫിന്റെ അടുത്ത് പറ, വീഡിയോ എടുക്കാൻ പറ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ ഇവരെ. എന്നിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് മെയിൽ അയക്ക്, RBIയിലേക്ക് മെയിൽ അയക്ക്.
ഇതുപോലെ തന്നെ ഇന്ന ലോൺ ആപ്പിൽ നിന്ന് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു, അതിന്റെ ഒരടവ് മുടങ്ങിയത് കൊണ്ട് ഇങ്ങനെ വീട്ടിൽ ശല്യം ചെയ്യാൻ ഇവന്മാർ വന്നിട്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള സമയത്ത് അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള സമയത്ത് എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യുക, ആ ലോൺ ആപ്പ് തന്നെ പൂട്ടിപ്പോവും. അത്രയും സ്ട്രോങ് ആണ് റൂള്. നിങ്ങൾ ചെയ്യാത്തത് എന്താണ്? ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവരെ വിളിച്ച് പറയുക, അവിടെ എൻ്റെ വൈഫ് ഒറ്റയ്ക്കേ ഉള്ളൂ, ഇപ്പം നിങ്ങൾ പോയിക്കോ, ഇനി ഒരു നിമിഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ വിളിക്കും, കംപ്ലൈന്റ് ആകും എന്ന് പറയുക പറഞ്ഞു. അപ്പോൾ അവർ പ്ലേറ്റ് മാറ്റി. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങളെ ബോസ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ബോസ് പൈസ കിട്ടിയിട്ട് വീട്ടിൽ നിന്ന് പോരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പ്രഷറാണ്. വേറെ വല്ല പണിക്കുമ്പോഴേ ഈ പണീനെ എടുക്കണമെന്നുണ്ടോ? ഈ പണി കയറാൻ നിൽക്കുന്നവരോട് ഞാൻ പറയാം, ഇത് കയറല്ല കേട്ടോ. ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിലെ ഇങ്ങനെ തിണ്ണിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ജോലിക്ക് നിങ്ങൾ ആരും കയറല്ല. അത്രയും വൃത്തികെട്ടൊരു ജോലി വേറെ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിയും നോക്കിക്കോ. ഇനിയിപ്പോൾ ഇത് കേട്ട് ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, സൊല്യൂഷൻ പറഞ്ഞുതരാം. നമ്പറുണ്ട്, ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ഈ 3 ടൈപ്പ് ആൾക്കാർക്ക് വിളിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വീടുകളിൽ പോയിട്ട് ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കുന്നവർക്കും വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ട് ഇതുപോലെ പെട്ടുപോയിട്ട് ഇത്ര ഹരാസ്മെന്റ് സഹിക്കുന്നവർക്ക് വിളിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ സംഘടനകൾ, ഇങ്ങനെ ലോൺ എടുത്ത് പെട്ടുപോയവർ സഹായിക്കുന്ന സംഘടനകൾക്കും വിളിക്കാം. അങ്ങനെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ഈ സംഘടനയിൽപ്പെട്ട ആളുകളോട് വിളിക്കാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ അതാത് സംഘടനകൾ ഉണ്ടാവും. ആ നമ്പർ ഞാൻ ആ പേരിൽ സേവ് ചെയ്ത് വെക്കും. ഏതെങ്കിലും ഏരിയയിൽ നിന്ന് എന്നെ ഇത്തരത്തിലുള്ള ഹരാസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്പർ കൈമാറുകയും നിങ്ങൾ തമ്മിൽ ബാക്കിയുള്ള നിയമസഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാനും പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് ആരെങ്കിലും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പൈസ കിട്ടിയാലേ ഞാൻ പോകൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കരുത് തന്നെ ഞാൻ പറയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക, ഇന്ന പോലെ 2 പേരോ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ ഒരാള് വീട്ടിൽ വന്നിരിക്കുന്നു, അയാൾ പോകുന്നില്ല, എന്താണ് വഴിയും ചോദിക്കുക. അപ്പൊ അവര് വരും, നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും നിയമസഹായം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ നേരിട്ട് വീട്ടിൽ വരുന്ന സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓൺലൈൻ ലോൺ ആപ്പുകൾ. ഈ ഓൺലൈൻ ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ്സ് ആണ്. നിങ്ങളിത് മനസ്സിലാക്കുക. ഈ കേരളത്തിലുള്ളവന്മാരല്ല. അതായത് ഈ ചെന്നൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ കൊൽക്കത്തയിലേക്ക് ഇരിക്കുന്ന കോൾ സെന്ററുകളിൽ വർക്ക് ചെയ്യുന്ന ലേഡി സ്റ്റാഫുകളും അതുപോലെ ജെൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളുമാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അവരിപ്പോൾ അങ്ങ് വീട്ടിൽ വരും, നാളെ അങ്ങ് വീട്ടിൽ വരും, ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ വരില്ല. അവർ കോൾ സെന്ററിൽ നിന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ലെവൽ കോൾ സെന്റർ ആണ്. ആ കോൾ സെന്ററിൽ വിളിച്ച് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏജൻസി കൊടുക്കുന്നു. അത് 3 മാസം സമയം എടുത്തിട്ട് വേണം ഏജൻസി കൈമാറാന്നുള്ളതാണ്. അതായത് 100 എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വേണം കൈമാറാന്നുള്ളതാണ് ഈ RBI ഗൈഡ് ലൈൻസിന് പറയുന്ന കാര്യം. ഞാൻ വായിച്ചതാണ് കേട്ടോ. ആ സൈറ്റ് ഫേക്ക് അല്ല, RBI ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സൈറ്റിൽ തന്നെയാണ് ഞാൻ വായിച്ചത്. അപ്പൊ അത് അങ്ങനെ ഒരു കേസുണ്ട്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ വീട്ടിലേക്ക് വരും, സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും, ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ അത് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും ഇല്ല. ജയിലിലൊന്നും അടയ്ക്കാൻ പറ്റില്ല. ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ സിവിൽ കേസാണ്, ക്രിമിനൽ കേസല്ല. ക്രിമിനൽ കേസ് ആണെങ്കിലാണ് പോലീസുകാർ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നും അറിയാതെ നിങ്ങൾ പോയി ലോൺ എടുക്കരുതെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ലോൺ അടയ്ക്കാവൂ. അറ്റ്ലീസ്റ്റ് EMI 500 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 1000 ആയിക്കോട്ടെ, തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അടയ്ക്കാവുള്ളൂ. അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വരുമ്പോൾ നിങ്ങൾ നേരിടാനുള്ള ധൈര്യം കാണിക്കണം എന്നുള്ളതാണ്. ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്, എൻ്റെ EMIs മുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാന്യമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇത്ര വലിയ വിഷയങ്ങളൊന്നും ഇല്ല. അവർ വീട്ടിൽ വന്നിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. കാരണം ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന രീതിയാണ് ഇപ്പോൾ ലോൺ റിക്കവറി സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കണ്ണി കണ്ട പോലെ വീട്ടിൽ വന്നിരിക്കാനും അതുപോലെ തന്നെ തെറി പറയാനും പൈസ ചോദിക്കാനുള്ള അവകാശമൊന്നും ഈ ലോൺ റിക്കവറി ഏജൻസിക്ക് ഇല്ല. അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലീഗലി ആയിട്ട് നോട്ടീസൊക്കെ അയച്ചിട്ട് റിക്കവർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി പറഞ്ഞ മാതിരി മൈക്രോ ഫിനാൻസ് എന്ത് ഫിനാൻസ് സ്ഥാപനങ്ങളായാലും വീട്ടിലെ ആളെ വിട്ടുകൊണ്ട് അവിടെ ഇരുത്തി അവരെ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ള വ്യാമോഹം ഒന്നും ഇനി ഒരു ഫിനാൻസ് കമ്പനിക്കും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ലീഗൽ സപ്പോർട്ട് ഇത്തരത്തിൽ പെട്ടുപോയ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, കൊടുത്തേ പറ്റുള്ളൂ. കാരണം ലോൺ എടുക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻസ് സ്ഥാപനത്തിന്റെ കസ്റ്റമറാണ്. ആ കസ്റ്റമറിനെ ആ ലോൺ എടുക്കുന്ന സമയം വരെയുള്ള ബഹുമാനോ കാര്യങ്ങളോ വെച്ചുകൊണ്ട് തന്നെ വേണം ലോൺ എടുത്ത് കഴിഞ്ഞാലും പെരുമാറാനായിട്ട്. ഒരു EMI മുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. അല്ലാണ്ട് ഈ OTP അയക്കുന്ന പരിപാടിയൊക്കെയാണ് ഇപ്പം. നിരന്തരം ആ നമ്പറിലേക്ക് OTP അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർ വിചാരിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഫേക്ക് ലോൺ ആപ്പുകാരെ OTP അയക്കുന്നു. അല്ല, ജെന്യൂൻ ആയിട്ടുള്ള ലോൺ ആപ്പുകാർ OTP അയക്കുന്നുണ്ട് ഈ കോൾ സെന്റർ ഇരുന്നുകൊണ്ട്. ഇനി ആ 2-3 കേസ് വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള ആപ്പ് നല്ല എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ OTP വരില്ല. അല്ല സർ, ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പേരുള്ള ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നാണ് അവർ എടുത്തിട്ടുള്ളത്. ഞാൻ നോക്കി, കറക്റ്റാണ്. അവർ OTP അയച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെയോ വെബ്സൈറ്റിൽ ഇവരുടെ നമ്പർ കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് OTP വരുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇവരെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, അടക്കില്ലെന്ന് പറ, അടക്കില്ല, നോ പേയ്മെന്റ്, തിരിച്ചയച്ചോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം. എടുത്തത്
അപ്പോൾ ഈ പറയുന്ന വിക്ടിമിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും അതുപോലെ ഈ കോൺടാക്ട്സിലൊക്കെ സേവ് ചെയ്തിട്ടുള്ള കുറേ നമ്പറുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ വിളിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഫേക്ക് ആപ്പും ഒറിജിനൽ ഓൺലൈൻ ആപ്പും ഒക്കെ ഒരേപോലെ മാറിയിരിക്കുകയാണ് ഇപ്പം സംഭവം. ഈ പറഞ്ഞതിനൊക്കെ തെളിവ് എൻ്റെ ഉണ്ട് കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നതല്ല, മനസ്സിലായോ? അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ വഴി ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളതിനെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ തപ്പണ്ട ഓൺലൈൻ എന്തിനാണ് ഓൺലൈൻ ലോൺ തപ്പിപ്പോകണ്ട. നിങ്ങൾക്ക് സാലറി ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സാലറിയിൽ നിന്ന് കുറച്ച് അങ്ങ് മാറ്റി വെച്ച് നിങ്ങൾ കാര്യം നടത്തുക. ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലി പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നാലോ, അടയ്ക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹരാസ്മെന്റോട് സഹിക്കേണ്ടി വരും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ഒന്നും ലോൺ എടുക്കേണ്ടെന്നുള്ളത് ഞാൻ പറയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുകയാണ്. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഡയറക്റ്റ് എന്നെ വിളിക്കരുത് പ്ലീസ്. കാരണം ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിക്കോണമെന്നില്ല. കാരണം വർക്കിൻ്റെ സമയമായിരിക്കുക, യാത്രകളിലായിരിക്കും. അതുകൊണ്ട് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് വരും. അതിനകത്തൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. കാരണം അതിൽ വരുന്ന ഓരോ റിക്വസ്റ്റിനും അത്രയും പ്രയോറിറ്റി ഉണ്ട്. എനിക്കത് അറിയാൻ സാധിക്കും കോളിനേക്കാളും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും എന്ത് കേസ് ഉണ്ടെങ്കിലും, കേട്ടോ. അപ്പോൾ മാക്സിമം കോൾ ഒഴിവാക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് വരുന്ന മെസ്സേജിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ എമർജൻസി കോൾ റിക്വസ്റ്റ് ഇട്ടാൽ മതി. ഒരു പേയ്മെൻറ്റും വേണ്ട, ഒരു പേയ്മെൻറ്റും അതിനകത്ത് വരുന്നില്ല ക്യാഷ് ആയിട്ട്. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ലീഗൽ വശങ്ങൾ, അതായത് രാവിലെ 8 മണി മുതൽ രാത്രി 7 മണി വരെ മാത്രമേ ഉള്ളൂ കോള് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ലോണുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കാൻ വേണ്ടി, അതായത് റിക്കവറിക്കായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആരെങ്കിലും ഒരു 7 മണി കഴിഞ്ഞിട്ട് നിങ്ങളോട് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം നാളെ രാവിലെ 8 മണിക്ക് ശേഷം വിളിക്കാൻ പറയാം. കാരണം നിങ്ങളെ വിളിക്കുന്ന എക്സിക്യൂട്ടീവും ചിലപ്പോൾ അത് അറിഞ്ഞോണമെന്നില്ല ലീഗലായിട്ട്. നിയമമൊന്നും വരെ പഠിപ്പിക്കാൻ പോകണ്ട. കാരണം നിങ്ങൾ അടയ്ക്കാത്തതുകൊണ്ടാണല്ലോ വിളിക്കുന്നത്. നമ്മൾ മാക്സിമം അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് അടയ്ക്കുക. പക്ഷേ ഡേറ്റിന് അടയ്ക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ, എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നവരടുത്ത് ഈ ഹരാസ്മെന്റ് കൂടെ വരുമ്പോൾ നമുക്കത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള വീട്ടിൻ്റെ തിണ്ണനിറങ്ങി വന്ന് ഇരുന്ന് പൈസ മേടിച്ചേ പോകൂ എന്നൊക്കെ പറയുന്നവരെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത് ഏത് ലോണായാലും ശരി, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. പിന്നെ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ കാറും അതുപോലെ തന്നെ ബസ്സും ഇതൊക്കെ ഫിനാൻസ് ചെയ്ത സ്ഥാപനങ്ങളുണ്ടാവും. അവരൊക്കെ വീട്ടിൽ വരും എന്ന് പറയും, വന്നിട്ട് പൈസ മേടിച്ചേ പോകുമെന്നും പറയില്ല, വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കും. അങ്ങനത്തെ ഉള്ളവരോടല്ല കേട്ടോ. അതായത് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന കളക്ഷൻ എക്സിക്യൂട്ടീവുകളെ ലക്ഷ്യം വെച്ചിട്ടല്ല ഒരിക്കലും ഈ വീഡിയോ, മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് ഈ ഗുണ്ടകളെ പോലെ വീട്ടിൽ വന്ന് ഇരുന്നിട്ട് പൈസ കിട്ടിയേ പോകൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അത്തരത്തിലുള്ളവന്മാരെ നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇവരുടെ ഈ ഗുണ്ടായസിന് ഇരകളായിട്ടുള്ള വീട്ടവന്മാർ അല്ലെങ്കിൽ വ്യക്തികൾക്കുള്ള സപ്പോർട്ടായിരിക്കും നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.